ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മൂടാടി പഞ്ചായത്തിലെ ചിങ്ങപുരം എന്ന പ്രദേശത്താണ്. ഇവിടെ പ്രധാന പാതയിൽ നിന്നൊക്കെ വളരെ മാറി ഉള്ളോട്ട് ഒരു ചായക്കടയുണ്ട്. അവിടെ കുറച്ച് സ്പെഷ്യൽ വിഭവങ്ങളുണ്ട്. ഈ ചായക്കട അന്വേഷിച്ച് പല ആളുകൾ, സെലിബ്രിറ്റികളടക്കം ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് ആ കാരണമെന്ന് നമുക്ക് അവിടെ പോയി നേരിട്ട് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കാലമല്ലേ, എന്താണ് മൂടാടിയിലെ രാഷ്ട്രീയം എന്നുകൂടി നമുക്ക് അവിടെയുള്ള ആളുകളോട് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് വിംബി എന്ന വിജയേട്ടൻ്റെ വൈറൽ കട. നല്ല സജീവമാണ്. നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. എന്താണ് ഈ സ്പെഷ്യൽ റെസിപ്പി, ഇവിടുത്തെ പ്രത്യേക വിഭവം എന്ന് വിജയേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. വിജയേട്ടാ നമസ്കാരം. അപ്പോൾ നിങ്ങളെ കടയെക്കുറിച്ചൊക്കെ കേട്ടു. ഇപ്പോൾ സത്യത്തിൽ ഈ റോഡിൽ നിന്നൊക്കെ വളരെ ദൂരെയാണ്, എന്നിരിക്കെ പോലും ഇവിടേക്ക് ആളുകൾ വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലാണ്. എന്താണ് നിങ്ങളുടെ വിഭവം? ഞങ്ങളുടെ വിഭവം ഇവിടെ മസാല ദോശയും പൊരിച്ച കോഴി, ആ ഐറ്റം മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കഴിക്കാൻ വേണ്ടിയാണ് ആളുകൾ ഇത്ര ദൂരം വരുന്നത്. അതൊരു പ്രത്യേക റെസിപ്പി ആയത് കൊണ്ടായിരിക്കാം. ഇത് ഇതേടെയും കിട്ടുന്നില്ലല്ലോ. ചിക്കനും മസാല ദോശയും ഒരു കോമ്പിനേഷൻ കാണണ്ടേ, അതുകൊണ്ടായിരിക്കാം. എങ്ങനെയാ നിങ്ങൾ ഇത് തുടങ്ങി? എങ്ങനെയാ ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായി. അത് തുടങ്ങിയൊന്നുമില്ല, ഇതിങ്ങനെ എനിക്ക് തോന്നുന്നു. ഞാൻ ഗൾഫിലായിരുന്നു. ഞാൻ ഒരു 17 വർഷക്കാലം ബഹറിലുണ്ടായിരുന്നു. അവിടെ KFC KFC വിംബി KFC ഒരു അണ്ടറിലായിരുന്നു ലൈസൻസ്. ബ്രിട്ടൻ്റെ ആണ് വിംബി. അപ്പോൾ സിനിമാക്കാരൊക്കെ വന്നൂല്ലേ? സിനിമാക്കാരൊക്കെ വന്നു. മസാല ഇതാണ് നിങ്ങളെ മസാല അല്ലേ? ഇത് ബീറ്റ്റൂട്ടാണ്. ഇപ്പോൾ സത്യത്തിലേ നമ്മളിത് കണ്ട് അത്ഭുതപ്പെടുന്നത്, ഈ കട എന്ന് പറഞ്ഞാൽ വളരെ ഉള്ളോട്ടാണ്, എന്നിട്ട് പോലും ഇവിടേക്ക് ആളുകൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതമാണ് അല്ലേ? ആളുകൾ അത് ഇഷ്ടപ്പെട്ടിട്ട് വരുന്നതാണ്. ചേട്ടാ, അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരികയാണല്ലോ. അപ്പോൾ ഇതാ എല്ലാവരും അതിൻ്റെ ഒരു ആവേശത്തിലേക്കൊക്കെ ആയി കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം മൂടാടിയിലെ? ഈ പൊളിറ്റിക്സ് ആയിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല. കാരണം എനിക്കത് പറഞ്ഞുകൂടാ. ഇവിടെ വരുന്ന എല്ലാ പാർട്ടിക്കാരും ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയത്തെ പറ്റി ഒരു ചോദ്യം ചോദിക്കണ്ട. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് മനസ്സിലും ഇല്ല? ഇല്ല, മനസ്സിലെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റേതായ ഒരു പാർട്ടി ഉണ്ട്, അത് ചെയ്യും. പക്ഷേ പിന്നെ വ്യക്തിപരമായിട്ട് ചില നീക്കുപോക്കുകളൊക്കെ അതും ചെയ്യേണ്ടി വരും. ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, നമുക്ക് അവരോട് കൂടി ചോദിക്കാം. എവിടുന്നൊക്കെയായിരുന്നു നമ്മൾ വരുന്നത്? ഞാൻ വടകരയാണ്, നടുവണ്ണൂർ. ഞാൻ കൊടുവള്ളി, നെല്ലിയാടി. ഇതിങ്ങനെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടറിഞ്ഞ് അങ്ങനെ എത്തിയതാണോ? ഇങ്ങനെ കേട്ട് പിന്നെ ഈ കോമ്പിനേഷൻ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി, മസാല ദോശ ചിക്കൻ. അപ്പം അങ്ങനെ ഒന്ന് വന്ന് നോക്കിയതാ. കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് നിങ്ങളൊരു അനുഭവം? അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ. എന്തായാലും ട്രൈ ചെയ്യേണ്ടതാണ്. നിങ്ങളൊക്കെ നാടുകളിൽ എന്താ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ തുടങ്ങിയോ? നിങ്ങളിങ്ങനെ വട്ടം കൂടിയിരിക്കുമ്പോൾ അതൊക്കെ ഉണ്ടോ? അതേ ഉള്ളൂ. നമ്മൾ യുവാക്കൾ വരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, എല്ലാം പൊളിറ്റിക്സിലേക്ക് കൂടുതലായിട്ട്. അല്ലേ ജംഷി? അങ്ങനെയുള്ള ചർച്ചകളാണോ പൊതുവെ നടക്കുന്നത്? അതാണ് കൂടുതലായിട്ട് നടക്കുന്നത്. ഈ പഴയ ആളുകളൊക്കെ ഒന്ന് മാറി പുതിയ ആളുകൾ വന്നാൽ നമ്മുടെ ജനറേഷനിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ചർച്ചയിൽ വരുന്നുള്ളൊരു, ശ്രദ്ധയിൽ വരുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതൊക്കെയാണ് കാര്യമായിട്ട് ഞങ്ങൾ. അപ്പോൾ അങ്ങനെയായിരിക്കും നിങ്ങൾ വോട്ടിന് ഓപ്റ്റ് ചെയ്യുക? അപ്പോൾ ഇപ്പോൾ 3 സ്ഥാനാർത്ഥികളിൽ ഒരു യുവ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അയാൾ ജയിക്കട്ടെ എന്നായിരിക്കുമോ കരുതുക? അതും ഒരു മെയിൻ ഫാക്ടറാണ് ചിന്തിക്കാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ വാർഡിൽ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഒന്നും നിർണ്ണയിച്ച് കഴിഞ്ഞിട്ടില്ലല്ലോ, അത് വരുന്ന മുറയ്ക്ക് നോക്കാം. അപ്പോൾ വിജയേട്ടൻ്റെ മസാല ദോശയും അതോടൊപ്പം തന്നെ ചിക്കനും കഴിച്ചപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ഇത്ര ദൂരെ നിന്ന് പോലും ആളുകൾ ഇവിടെ വന്ന് കഴിക്കുന്നതെന്ന്. ഇത്ര ഭംഗിയായിട്ടുണ്ട്, ഒരു പ്രത്യേക കൂട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് ഇത്രയധികം ഇഷ്ടപ്പെടുന്നതും. അപ്പോൾ കൃത്യമായിട്ടുള്ള മൂടാടിയുടെ രാഷ്ട്രീയവും നമ്മളിവിടെ വന്ന ആളുകളിൽ നിന്നൊക്കെ കേട്ടു. അപ്പോൾ എന്തായാലും ഒരുപാട് ആളുകൾ ഇനിയും വിജയേട്ടൻ്റെ കട തേടി ഈ ഗ്രാമത്തിലേക്ക് എത്തട്ടെ. കച്ചവടം നല്ല സമ്പന്നമാകട്ടെ. വിഷ്ണു കച്ചേരിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്.